വിസ നിയമങ്ങളിലൊക്കെ അമേരിക്ക വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. H1 വിസ വളരെ ഭീകരമാണെന്നാണ് കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്ക് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഈ ഗ്രീൻ കാർഡ് സമ്പ്രദായം തന്നെ ഉടച്ചു വാർക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതും ഇല്ലാതാക്കും, അല്ല ഉടച്ചു വാർക്കും എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഗോൾഡൻ വിസ അതിനു വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം കാത്തു നിൽപ്പുണ്ട്. ഏതാണ്ട് 2.5 ലക്ഷം പേരോളം അതിന് അപേക്ഷിച്ച് കാത്തു നിൽക്കുന്നു. $5 മില്യൺ കൊടുത്ത് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് മേടിക്കുക, അതാണ് പരിപാടി. അപ്പം പണമുള്ള ആളുകൾ ഇങ്ങോട്ട് വരിക, അവരുടെ പൈസ മേടിച്ചുകൊണ്ട് അവർക്ക് പൗരത്വവും ക്രമേണ പൗരത്വവും ഒക്കെ ലഭിക്കുന്നതാണ് ഈ ഗോൾഡൻ വിസ. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ വരുന്ന ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും പല രീതിയിൽ ഉണ്ടാക്കിയ പണം കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൗരത്വം മേടിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ കാലക്രമേണ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഈ വരുന്ന ആളുകൾക്ക് ഈ രാജ്യത്തോട് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ടാവും, അത് രണ്ടാമത് അവരെത്രമാത്രം പ്രഗത്ഭരായിരിക്കും. ഇപ്പം ടെക്നോളജി രംഗത്തോ അല്ലെങ്കിൽ ശാസ്ത്രീയ രംഗത്തോ ഒക്കെ പ്രഗത്ഭരായ ആളുകൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവരെ കൊണ്ട് ഈ രാജ്യത്തിന് പ്രയോജനപ്പെടും. ഈ പൈസ കൊണ്ട് മാത്രം വന്നു കഴിഞ്ഞാൽ അവർ ഭാവിയിൽ അല്ലെങ്കിൽ അവരുടെ അനന്തര തലമുറകൾ അമേരിക്കയ്ക്ക് ഏത് രീതിയിൽ ഗുണപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും പൈസ കിട്ടുന്നു എന്നുള്ളത് മാത്രം ഒരു മാനദണ്ഡമാകുന്നത് എത്ര കണ്ട് ഗുണകരമാണെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് പുതിയ ഒരു നിയമം വന്നിരിക്കുന്നത്. നിയമം കൊണ്ടുവരാനായിട്ട് പോകുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ആളുകളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട്. അതായത് F1 വിസ, അതായത് സ്റ്റുഡൻറ്റ് വിസ, J1 വിസ, എക്സ്ചേഞ്ച് വിസിറ്റർ വിസ, I വിസ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർക്കുള്ള വിസ, ഇവയ്ക്കൊക്കെ നിശ്ചിത കാലാവധി തീരുമാനിക്കും. അതായത് ഇതുവരെ ഇത്രയും കാലം ഇവരുടെയൊക്കെ കാലാവധി ഇവിടെ ഇമിഗ്രേഷൻ്റെ ഇവിടെ വരുമ്പോൾ എഴുതുന്ന DS എന്നാണ്, ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. അതായത് ഇവർക്ക് വിസ ഉണ്ടായിരിക്കുക, ആ വിസയുടെ നിയമം അനുസരിച്ച് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്ര കാലം വേണം, എത്ര കാലമുണ്ടോ അത്രയും കാലം അവർക്ക് ഇവിടെ താമസിക്കാം. അതാണ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ F1 വിസയിൽ വരുന്ന, സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്ക് ആ വിസ 10 വർഷത്തേക്കുണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 5 വർഷമോ 10 വർഷമോ ഉണ്ട്. അപ്പോൾ അവർ പഠിക്കുകയും പഠനം നടത്തുകയും നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ആ വിസ തീരുന്നവരെ എത്ര കാലം വേണമെങ്കിലും ആ വിസ ഉള്ളിടത്തോളം കാലം അവർക്ക് ഇവിടെ നിൽക്കാം.